ഹലോ, ഇന്ന് നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഓണ ദിവസമായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ രാവിലെ പോയി അമ്പലത്തിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത്തപ്പൂക്കളമൊക്കെ ഇടാനായിട്ടുള്ള പൂവൊക്കെ പോയി മേടിച്ച് രാവിലെ നമ്മുടെ വീടുകളിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി മേടിച്ച് രാവിലെ മക്കൾസ് അത്തപ്പൂവൊക്കെ ഇട്ടു. അടുക്കളയിൽ ഞങ്ങൾ തകൃതമായിട്ടുള്ള സദ്യ ഒരുക്കുകയായിരുന്നു. ഞാനും ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് കറികളൊക്കെ നമ്മുടെ പെട്ടെന്ന് ആയി കേട്ടോ. പിന്നെ അധികം 12 മണിയൊക്കെ ഏകദേശമൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ കിച്ചണിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് ലാസ്റ്റ് ഒരു സംഭവം ചെയ്യാൻ മറന്നുപോയി, പായസമായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പെട്ടെന്ന് തന്നെ നടത്തി. നല്ല അടിപൊളി അടപ്രഥമൻ പായസവും വെച്ചു, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സേമിയ പായസവും വെച്ചു. ശർക്കര പനിയാക്കുന്നതാണേ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ഓണം അടിപൊളിയല്ലായിരുന്നോ? എല്ലാ വർഷത്തേക്കാളും ഇപ്രാവശ്യം ഇച്ചിരൂടെ ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിച്ചത് കേട്ടോ. കുറവുകളൊന്നും വരുത്തിയില്ല. പിന്നെ എല്ലാ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ ഉള്ളു കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഏറെ ഒന്നും നോക്കിയില്ല ഈ പ്രാവശ്യം. ഏറെ കപ്പലണ്ടിയും മുന്തിരിങ്ങയും എല്ലാം അങ്ങോട്ട് പായസത്തിന് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ക്രിസ്പി വരാൻ വേണ്ടിയാണ്. പക്ഷേ എല്ലാവരും കഴിച്ചവരൊക്കെ ഇപ്പോൾ നല്ല സൂപ്പറായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നത്. അപ്പം നമ്മൾ പായസവും വെച്ചു, അതുപോലെ സാമ്പാർ, അവിയൽ, മോര്, രസം, പരിപ്പ് കറി, തോരന്, മെഴുക്കുപുരട്ടി, അച്ചാറ്, പച്ചടി, കിച്ചടി, പപ്പടം, പഴം, 2 കൂട്ടം പായസം ഒക്കെ നമ്മൾ ഇന്നത്തെ ഓണത്തിന് വേണ്ടി ഒരുക്കി കേട്ടോ. പിന്നെ വെജിറ്റേറിയൻ ആയിരുന്നു, ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ. സദ്യ തന്നെയായിരുന്നു. നമ്മുടെ വീട്ടിലെ ചേച്ചി, ആളീനും മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ഈ വർഷം ഓണം ഉണ്ടു. എല്ലാവരും സന്തോഷത്തോடு തന്നെയാണ് പിരിഞ്ഞത്. കൊച്ചിനൊക്കെ ഭയങ്കര സന്തോഷമായി. 2 കൂട്ടം പായസമൊക്കെ ഉള്ളത് ഒത്തിരി സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ ചേട്ടന് നേരത്തെ ഇരുന്നില്ല കേട്ടോ. ചേട്ടൻ ടേബിളിൽ തന്നെ ഇരുന്നു. ചേട്ടനും ചേച്ചിയും പിന്നെ ടേബിളിൽ ഇരുന്നു. ഞങ്ങളുണ്ട്. ടാറ്റാ.